ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഇറച്ചിച്ചോറാണ്. ഇതിന് 1.5 kg പോത്തിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ല മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വെക്കുക. 2 വലിയ കുടം വെളുത്തുള്ളി, 3 കഷ്ണം ഇഞ്ചി, 14 പച്ചമുളക് എന്നിവ ഇട്ട് ചതച്ച് മാറ്റി വെക്കുക. ഒരു കുക്കർ ചൂടാക്കി 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 5 സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് വഴറ്റി ചതച്ച് വെച്ച മസാലയിൽ നിന്ന് 2 ടീസ്പൂൺ മാറ്റി വെക്കുക. ബാക്കിയിട്ട് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് 3 തക്കാളി അരിഞ്ഞതിട്ട് വഴറ്റി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1.5 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് മൂപ്പിച്ചെടുത്ത് കുറച്ച് കറിവേപ്പില, 1 പിടി മല്ലിയില, അതിൻ്റെ പകുതി പുതിന എന്നിവ ഇട്ട് വീണ്ടും വഴറ്റി അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഇറച്ചിയും ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കുക്കർ മൂടി വെച്ച് ഇറച്ചി വേവുന്നതുവരെ വേവിച്ചെടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം കുക്കർ മൂടി വെച്ച് ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ട് 20 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് 2 ബേ ലീഫ്, 5-6 ഗ്രാമ്പു, 5-6 ഏലക്ക, 4 കഷ്ണം പട്ട എന്നിവ ചേർത്ത് മൂപ്പിച്ച് അതിലേക്ക് 1 ഉള്ളി അരിഞ്ഞത് ഇട്ട് നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഇട്ട് വഴറ്റിയതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില എന്നിവ ഇട്ട് 3 നാഴി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 6 പാത്രം വെള്ളം ഒഴിക്കണം. ഇതിൽ 5 പാത്രം വെള്ളം ഒഴിക്കുക. ബാക്കി 1 പാത്രം വെള്ളം ഇറച്ചി വേവിച്ചതിലുണ്ടാകും. വെള്ളം തിളച്ചതിന് ശേഷം അരി ഒരു 20 മിനിറ്റ് മുന്നേ കഴുകി എടുത്ത് വെച്ചതാണ്, അതും ചേർത്ത് നന്നായി തിളപ്പിക്കുക. അരി ഏകദേശം വറ്റി വരുന്ന സമയത്ത് വെന്ത ഇറച്ചിയും കൂടെ യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കുക. വെള്ളം മുഴുവനായി വറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.